ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ബ്രസീലിയൻ ആരാധകരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം. പരിക്കുകൾ മാത്രമാണ് നെയ്മറുടെ വില്ലൻ. പരിക്കുകൾ ഉണ്ടായിട്ട് പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ബ്രസീലിയൻ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം ബ്രസീലിൻ്റെ ഗ്രൂപ്പ് അത്ര എളുപ്പമല്ല. മൊറോക്കോ, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് തുടങ്ങിയ ടീമുകളുടെ വെല്ലുവിളി അതിജീവിക്കണമെങ്കിൽ നെയ്മർ ജൂനിയറെ പോലെയുള്ള ഒരു മികച്ച താരത്തെ ബ്രസീലിയൻ നാഷണൽ ടീമിന് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇത് തന്നെയാണ് മുൻ ബ്രസീലിയൻ താരമായിരുന്ന ഫെലിപ്പെ മെലോ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെയ്മർക്ക് 100% ഫിറ്റ്നസിന്റെ ആവശ്യമില്ല, 60% ഫിറ്റ്നസ് ഉള്ളുവെങ്കിലും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഫെലിപ്പെ മെലോ പറഞ്ഞിട്ടുള്ളത്. ഒറ്റക്കാലിൽ ആണെങ്കിലും നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലെ മറ്റു പല താരങ്ങളെക്കാളും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരമാണ് എന്നുകൂടി മെലോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒറ്റക്കാലിൽ ആണെങ്കിലും ബ്രസീലിയൻ ടീമിൽ ഉള്ള പലരെക്കാളും മികച്ച താരം നെയ്മർ ജൂനിയർ തന്നെയാണ്. പ്രശ്നം എന്തെന്നാൽ ആളുകൾ നെയ്മർ ജൂനിയറിൽ നിന്നും 100% ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. 60% ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താം. വേൾഡ് കപ്പ് ടീമിൽ എന്തായാലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. ഇതാണ് ഫെലിപ്പെ മെലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് വരുന്ന വേൾഡ് കപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും നെയ്മർ ജൂനിയറുടെ ഒരു സാന്നിധ്യം അനിവാര്യമാണ് എന്നാണ് ഈ ഒരു മുൻ ബ്രസീലിയൻ താരം പറഞ്ഞു വെക്കുന്നത്. നിലവിൽ പരിക്കുണ്ടായിട്ട് പോലും മികച്ച പ്രകടനം നെയ്മർ ജൂനിയർ പുറത്തെടുക്കുന്നു. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.